നിശ്ചിന്ത നിരഹങ്കാര നിർമോഹമോഹനാശിനി നിർമ്മമാമമതാഹന്ത്രി നിഷ്പാപാപാപനാശിനി. നമസ്കാരം. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. കൊടിയാഴ്ചകളെന്ന് പറയുന്ന നാടൻ ഭാഷകളിൽ ഓരോ ദിവസം ഓരോ ദേവീദേവന്മാർക്ക് വെച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ വിട്ടുപോകും. ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദേവിയാണെങ്കിൽ ദേവി, വിഘ്നേശ്വരനാഴ്ച വിഘ്നേശ്വരൻ, വിഷ്ണു, കൃഷ്ണൻ, ശിവൻ, ഇങ്ങനെ അപ്പോൾ തിങ്കളാഴ്ച ശിവൻ, അങ്ങനെ ഒരു ക്രമം വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഭക്തി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ ഒന്നാണ്. എങ്കിലും സാധാരണക്കാർക്ക് അത് ആവശ്യമാണെന്നുള്ള രീതിയിലാണ് വെള്ളിയും ചൊവ്വയും ദേവിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞത്. ലളിത സഹസ്രനാമം മഹാശയനായിരിക്കുന്ന അഗസ്ത്യൻ ഹയഗ്രീവന് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഒട്ടേറെ ശ്ലോകങ്ങളുണ്ട്. 47-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഏതേത് ശ്ലോകമാണ് കൂടുതൽ നല്ലതും പ്രാധാന്യം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒന്നെടുത്തു എന്ന് മാത്രം. ദേവിയെ വർണ്ണിക്കുന്നതിൽ കൂടിയിട്ട് പലപ്പോഴും ഒരു സാധകനുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി ഇതിൽ വക്താവ് സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇപ്പം ഇവിടെ നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി എന്നാണ്. അഹങ്കാരത്തിൽ നിന്നാണ് ചിന്തയുണ്ടാവുന്നത് എന്നാണ്. ദേവി നിരഹങ്കാരയാണ്. ഞാൻ എന്ന ഭാവം ഒട്ടുമില്ല. ശുദ്ധമായിട്ടുള്ള ചിത്തയാണ് ദേവി. ശുദ്ധമാനസ വേറൊരുത്തിൽ പറയുന്നു. ശുദ്ധമാനസത്തിൽ എങ്ങനെ ചിന്തയുണ്ടാവും? ശുദ്ധമാനസത്തിൽ എങ്ങനെ അഹങ്കാരം ഉണ്ടാവും? അഹങ്കാരം ആണ് ചിന്തയ്ക്ക് വഴി തെളിയിക്കുന്നതെങ്കിൽ, ചിന്തയില്ലെങ്കിൽ, അഹങ്കാരമില്ലെങ്കിൽ പിന്നെ ചിന്തയുണ്ടാവുമോ? അപ്പം ഞാൻ എന്നതിൽ നിന്ന് ഓരോരോ ചിന്തകൾ എനിക്ക് വേണം, ഞാൻ ചെയ്യും, ഇതൊക്കെ ഈ എന്നുള്ളതിൽ നിന്നാണ് ഉണ്ടാവണം. നിരഹങ്കാരയായിട്ടുള്ള ദേവി മറ്റുള്ളവരുടെ അഹങ്കാരവും ചിന്തയും ഇല്ലാതാക്കുന്നു. നിർമോഹ മോഹനാശിനി. ദേവിക്കൊന്നിലും ആഗ്രഹമില്ല. അപ്പോൾ ദേവിയെ ഭജിക്കുന്നവർക്കും എന്തുണ്ടാവില്ല? മോഹം ഉണ്ടാവില്ല. മോഹമില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവർക്ക് മോഹം ഇല്ലാണ്ടാക്കാൻ പറ്റും. താൻ അങ്ങനെ ആയാലേ മറ്റുള്ളവരിൽ അത് സൃഷ്ടിക്കാനായിട്ട് പറ്റുള്ളൂ. ഒക്കെ അങ്ങനെ ഇവിടെ പറയണത്. സ്വയം ഒന്നിലും മോഹമില്ലാത്ത ദേവി ഏതൊരാൾ തന്നെ ഭജിക്കുന്നുവോ അവരുടെയും മോഹം നശിപ്പിക്കുന്നു. മോഹനാശിനി. ഒന്നിനോടും മോഹമില്ലാത്തവർക്ക് ശാന്തി ഉണ്ടാവും. അല്ലേ? ശോകമോഹ ഭയാപഹ എന്നാണ് ഭാഗവതത്തിനെ പറ്റി പറഞ്ഞപ്പോൾ. ശോകം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം, മോഹം വരാൻ പോണ കാര്യത്തിനെക്കുറിച്ചുള്ള ആഗ്രഹം, അത് മനസ്സിനെ വ്യാകുലപ്പെടുത്തും. അതില്ലെങ്കിലോ മനസ്സ് ശാന്തമായി. അതാണ് മോഹനാശിനി. നിർമ്മമാ മമതാഹന്ത്രി. ഞാനെന്നും എൻ്റേത് എന്നും ഉള്ള മമത്വം ഇല്ലാത്തതായ ദേവിയെ ഭജിക്കുന്നവർക്ക് ആ മമത ഇല്ലാതാക്കുന്നു. ഞാൻ ഇത്ര നേടി, ഇത്ര നേടും, ഞാൻ ശത്രുക്കളെ ഇല്ലാണ്ടാക്കി, ഇനിയും ഇല്ലാണ്ടാക്കും, എന്നെപ്പോലെ വേറെ ആരുള്ളതിലുള്ള മമത, ഞാൻ അല്ലെങ്കിൽ എൻ്റേത് എന്ന സ്നേഹം, അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നശിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്നാണ് മമത. ഞാനെന്നും എൻ്റേത് എന്നുള്ള ആ ഒരു തോന്നൽ. ഒരു സംഭവമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അത് നമ്മളുമായിട്ടുള്ള ബന്ധമാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് കാണാം. അല്ലേ? ഉദാഹരണം 10,000 രൂപയുടെ നല്ല നോട്ട്, ഇപ്പം 500 ഉള്ളൂ, 2,000 ഇല്ലേ? അല്ലേ? വലിയൊരു സംഖ്യയാണെന്ന് കൂട്ടും. അതിനൊക്കെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നല്ല പെട്ടിയിലൊക്കെ ഇട്ട് വൃത്തിയാക്കി സൂക്ഷിച്ച് സ്റ്റിക്കറൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചു. അത് ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കുകയാണ് നമ്മൾ. 10,000 20,000 എത്രയോ ആവട്ടെ. ഉടനെ തന്നെ കേൾക്കുകയാണ് അത് മുഴുവനും വെള്ളത്തിൽ വീണ് നശിച്ചു, അല്ലെങ്കിൽ അഗ്നിയിൽ ബാധയുണ്ടായി. ആ പൈസ നശിച്ചാൽ നമ്മളെന്താ പറയുക? ഹാവു സമാധാനമായിട്ടോന്ന്. പൈസ നശിച്ചതേ. ഇന്നലെ ആണെങ്കിലോ ആ പൈസ നമ്മുടെയാണ്. ദുഃഖം ഉണ്ടാവും. അല്ലേ? സഹിക്കാൻ പറ്റാത്ത ദുഃഖം ഉണ്ടാവും. പക്ഷേ എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് നശിച്ചതുകൊണ്ട് എന്തായി? സമാധാനമായിട്ടോ. പൈസ ഹാൻഡ് ഓവർ ചെയ്തിട്ടല്ലേ. അപ്പോൾ പൈസ നശിച്ചതാണോ ദുഃഖത്തിന് കാരണം? അല്ല. ആ പൈസയും നമ്മളുമായിട്ടുള്ള ബന്ധമല്ലേ സത്യത്തിൽ ദുഃഖത്തിന് കാരണം. പണ്ടുള്ളവരൊക്കെ അനലൈസ് ചെയ്തിരിക്കണോ നോക്കൂ. വേറെ ആളുടെ കയ്യിൽ നിന്ന് നശിച്ചാൽ സമാധാനമായിട്ടോ കൊടുത്തിട്ടല്ലേ. വാസ്തവത്തിൽ എങ്ങനെയാണ് സമാധാനം ആവണത്? നമ്മൾ കൈമാറി എന്നുള്ളതാണ് അവിടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ മമതയാണ്
ദുഃഖത്തിന് കാരണം. മമതാഹന്ത്രി, ദേവിക്ക് മമതയില്ല, ദേവിയെ ഭജിക്കുന്നവർക്കും ആ മമത ഇല്ലാതാക്കി മനസ്സിന് സമാധാനത്തെ നൽകുന്നു. നിഷ്പാപ, പാപനാശിനി. അടുത്തത്, നമുക്കൊക്കെ ഈ രോഗം, ദുഃഖം, വിഷമം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നത് കഴിഞ്ഞ ജന്മത്തെ പാപമാണ്. അതുകൊണ്ട് ഒരാൾക്ക് വിഷമമുണ്ടായാൽ മറ്റൊരാളെ പഴിക്കേണ്ട കാര്യമില്ല. താൻ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ പാപമാണത്രേ ദുഃഖമായിട്ടും എന്താണോ വേണ്ടത് അതല്ലാതെയായിട്ടും വന്നിട്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. വേറെ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതൊരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ വരും. ഇയാളല്ല അതിന് ഉത്തരവാദി എന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ ആ ഒരു പാപം രോഗമായിട്ട് വരും. ആയുർവേദത്തിൽ പറയുന്ന ചെയ്യും, ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായതേ. രോഗങ്ങളൊക്കെ ഇപ്പോൾ ചിലർ അരോഗത്തിലകാത്തരായിട്ട് അവസാനം വരെ ജീവിച്ച് മരിക്കുന്നുണ്ട്. ഒരു രോഗം ഉണ്ടാവണില്ല. ഉണ്ടോ? ചില ആൾക്കാർ ജന്മനാ രോഗികളാവണു. അപ്പോൾ എന്തായിരിക്കാം ഇതിന് കാരണം? ഈ ജന്മത്തെ കാര്യമല്ല എന്ന് 100% ഉറപ്പല്ലേ? അപ്പോൾ പൂർവ്വജന്മ പാപം. ദേവി നിഷ്പാപയാണ്, എല്ലാ പാപത്തിനും അതീതയായതുകൊണ്ട് ദേവിയെ ഭജിക്കുന്നവർക്കും ആ പാപമില്ലാണ്ടാവും. എന്നാലേ രോഗം മാറുള്ളൂ. ഇല്ലേ? നിർമ്മലാനന്ദ സരസ്വതി എന്ന് പറഞ്ഞാൽ പാലപ്പുറത്തുണ്ടായിരുന്നു. അദ്ദേഹം സമാധിയായി. ഏത് മരുന്ന് കൊടുക്കുമ്പോൾ വൈദ്യനായിരുന്നു. ഒരു മന്ത്രം കൂടി കൊടുക്കും, ഇത് ചെല്ലിയിട്ട് കഴിക്കൂ കേട്ടോ എന്ന് പറയും. സൂക്കട് മാറും ചെയ്യും. അപ്പോൾ മരുന്ന് മാത്രം പോരാ, പാപം കൂടി നശിക്കണം. അതിനാണ് ഈ ഉപാസന ചെയ്യണത്. പാപം നശിക്കാനൊരു ടാബ്ലറ്റോ ക്യാപ്സൂളോ കഷായോ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ലാവോ? ഈ കഷായം കഴിച്ചോളൂ നിങ്ങളുടെ പാപമൊക്കെ പോകുന്നത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാനും പോകണില്ല. അതിനെന്തേ വഴിയുള്ളൂ അറിയോ? ഉപാസന. മനസ്സിലായിട്ട് നാമം ജപിക്കുക, മനസ്സിൽ ഭഗവാനെ സങ്കല്പിക്കുക, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ. ഇതുകൊണ്ടേ നമ്മുടെ പാപം നശിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് മരുന്നിൻ്റെ ഒപ്പം എന്ത് വേണം? മന്ത്രം. പണ്ടെപ്പോഴും മന്ത്രം, ഔഷധം, മണി, രത്നങ്ങളെ കൊണ്ട്. ഇതുകൊണ്ടാണ് മന്ത്രയിൽ മണിഗണായി, അതൊക്കെ കൊണ്ടാണ് സൂക്കട് മാറ്റുന്നതാണ്. മന്ത്രം കൊണ്ടും മണി കൊണ്ടും മരുന്ന് കൊണ്ടും. മണി എന്ന് പറഞ്ഞ രത്നം, അതുകൊണ്ടാണ് നമുക്ക് രോഗത്തെ മാറ്റാൻ പറ്റൂ. ഒന്നു മാത്രം പോരാ, ഔഷധം വേണം. ഔഷധം കൊണ്ടാണ് ഈ മാറുന്നത്. പക്ഷേ അത് മാത്രം പോരാ, നമ്മുടെ പാപനാശത്തിനായിട്ടാണ് ഉപാസന ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാപം കൂടി നശിപ്പിക്കണം. നിഷ്പാപ പാപനാശിനി. ഈ പാപത്തെ നശിപ്പിക്കാൻ ഉപാസനയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. നാമം നല്ലോണം ജപിക്കുക. അതാണ് നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും. പാപം കെടും എന്ന് പറയാനുള്ള കാരണം വേറെ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ ചേർന്നാലേ ഒരു ജീവിതത്തിൽ കുറേ ശ്രേഷ്ഠത ഉണ്ടാവുള്ളൂ, നമ്മുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും തീരുള്ളൂ. നിരഹങ്കാരിയായിരിക്കുന്ന ദേവി നമ്മളെ നിശ്ചിന്തരും നിരഹങ്കാരിയുമാക്കുന്നു. നിർമോഹയായിട്ടുള്ള ദേവി നമ്മുടെ മോഹത്തെ നശിപ്പിക്കുന്നു. മമതയില്ലാത്തതായിരിക്കുന്ന ദേവി നമ്മുടെ മമതയെ, എൻ്റെ എന്ന ഭാവം കൊണ്ടുള്ള പരിഭ്രമത്തെ ഇല്ലാണ്ടാക്കുന്നു. പാപയായിട്ടുള്ള, പാപമില്ലാത്തവളായ ദേവി നമ്മുടെയൊക്കെ പൂർവ്വജന്മ പാപത്തെയും ഈ ജന്മത്തെ പാപത്തെയും നശിപ്പിക്കുന്നു. അങ്ങനെ ദേവി ഉപാസന കൊണ്ട് എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ, അമംഗളമൊക്കെ നശിക്കട്ടെ. നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപാ പാപനാശിനി. എല്ലാവർക്കും നല്ലൊരു സന്ധ്യ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.